വളരെ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുക. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാമെന്നാണ്. ഇയ്യോബിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് ജോബ്. I am going to share today the book of Job. നമുക്ക് ഒരു വാക്യം വായിച്ചു തുടങ്ങാം. ചാപ്റ്റർ 42, 42-ാമത്തെ അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് തുടങ്ങാം. Let us begin this journey by reading the words Job chapter 42 verses 1 and 2. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. 3 വാക്യം വായിക്കുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവൻ ആര്? അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി. Then Job answered the Lord and said, I know that you can do all things, and that no purpose of yours can be thwarted. Who is this that hides counsel without knowledge? Therefore, I have declared that which I did not understand, things too wonderful for me, which I did not know. വളരെ ശ്രദ്ധിച്ചു വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. We need to read the book of Job in a very careful way. നോർമലി റീഡ് ചെയ്യുന്ന ഒരാൾ ഓണസ്റ്റ് ആയിട്ടെന്ന് പറയണം. നോർമലി റീഡ് ചെയ്യുന്ന ഒരാൾ ഇയ്യോബിൻ്റെ പുസ്തകം ആദ്യത്തെ 2 അധ്യായം വായിക്കും, പിന്നെ അവസാനത്തെ ഒരു ചാപ്റ്ററും വായിക്കും. ഇടയ്ക്കത്തെ ഒന്നും എന്ത് ചെയ്യാറില്ല, വായിക്കാറില്ല. Usually a normal reader who will be able to read the book of Job first 2 chapters, but the rest of the chapters they usually use to skip. ലാസ്റ്റ് ചാപ്റ്ററും വായിക്കും. And also we tend to read the last chapter 42. അതിന് നടുക്കത്തെ ചാപ്റ്റർ വായിക്കാതെ അതിൻ്റെ ആ ലിറ്റററി സ്റ്റൈല് ഒരു പോയറ്റിക്കൽ വിസ്ഡം ലിറ്ററേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അതിൻ്റെ എഴുത്ത്. This book is actually calling as a poetical literature. That is the way of writing of this book. ഞാൻ കുറച്ചൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. I also tried my level best to understand most of the verses from this book. ബൈബിളിലെ ഏറ്റവും ഓൾഡസ്റ്റ് ബുക്കാണ് ഈ പുസ്തകം. ഓൾഡസ്റ്റ് ബുക്ക്. This is the oldest book of the Bible. ഈവൻ സെക്യുലർ യൂണിവേഴ്സിറ്റി പോലും ഈ പുസ്തകം ചില പ്രത്യേക കാര്യത്തിൽ പഠിപ്പിക്കാറുണ്ട്. Even in secular universities also this book usually quoted to teach children. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 8 ലെസൺസ്, ഓൾ ബുക്കിനെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം. 8 ലെസൺസ് വളരെ പ്രാക്ടിക്കലായ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകേണ്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 8 കാര്യം നിങ്ങളോട് പറയാൻ പോവാണ്. I am going to deliver 8 practical life lessons from the book of Job. ഈ പുസ്തകത്തിനകത്ത് 8 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. 8 ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ പുസ്തകത്തിനകത്ത്. In this book there are 8 characters. ദൈവമുണ്ട്, there is God, ഇയ്യോബുണ്ട്, Satan. Let them say. ഇയ്യോബുണ്ട്, God is there, Job is there, Satan is there. അത് പറയുമെന്ന് ഞാൻ ഓർത്തുകൊണ്ടിരുന്നു. ഇയ്യോബിന്റെ ഭാര്യ അവിടെ ഉണ്ട്. Job's wife is there. 4 ഫ്രണ്ട്സ് ഉണ്ട്. 3 അല്ല, 4 ഫ്രണ്ട്സ് ഉണ്ട്. 4 friends. ടോട്ടൽ 8 പേരുണ്ട്. In total we can see 8 characters in the book of Job. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, മനുഷ്യനോളം പഴക്കമുള്ള ബുക്കാണ് ഇയ്യോബ് എന്നാ പറയുന്നത്. മനുഷ്യനോളം പഴക്കമുള്ള. It mentioned that as old as the beginning of the human being, or as old, this book has that much age. അതുകൊണ്ട് ഈ ബുക്കിനകത്തെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ, ഒരു ഏജ് ഓൾഡ് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ബുക്കിനകത്ത്. There is an age old question also consist in this book. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ചോദ്യമാണ്, why do the righteous suffer? അതാണ് ഈ ബുക്കിനകത്തെ പ്രധാന വിഷയം. The main theme, why do righteous suffer? 5 ക്വസ്റ്റ്യൻ നമുക്ക് ഈ പുസ്തകത്തിനകത്ത് എടുക്കാം. 5 ക്വസ്റ്റ്യൻസ്. We can see 5 questions from this book. ഒന്ന്, why do the righteous suffer? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. The first question itself is, why do the righteous suffer? ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. There is one answer for that question. The righteous suffer because God, according to His infinite wisdom, chooses for them to suffer. അത്ര ഉത്തരം, വേറെ ഒരു ഉത്തരവില്ല. Amen. In summary, God's sovereignty.
എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്താണ് റൈച്ചസ് സഫർ ചെയ്യുന്നത്. നമ്മുടെ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ ദൈവം ബാധ്യസ്ഥനല്ല. അതാണ് അതിൻ്റെ അർത്ഥം. For any of our questions, God is not liable to answer one by one because God is an omniscient and a sovereign God. ഈ പുസ്തകത്തിനകത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം, ഒരു ചോദ്യത്തിനും ദൈവം ആൻസർ പറയുന്നില്ല എന്നുള്ളതാണ്. And also we can see none of the questions are answered by God. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ why do the righteous suffer എന്നുള്ളതാണ്. First question we can see, why do the righteous suffer? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ where is God when tragedy strikes. Amen. The second question is, where is God when tragedy strikes? നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവം എവിടാണ്? Usually when we suffer, we tend to think, where ഈ is God? പുസ്തകത്തിനകത്ത് അതിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ശരിയാണോ? We can see throughout the book repeatedly the question, why do the righteous suffer? മൂന്നാമത് നമ്മളൊക്കെ ഇടയ്ക്ക് പറയുന്നൊരു ചോദ്യമാണ്, if God is truly loving, how can he allow suffering? We usually ദൈവം സ്നേഹമാണെങ്കിൽ, ആർദ്രതയുള്ളവനാണെങ്കിൽ, നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്നവനാണെങ്കിൽ, how can he allow suffering in our life? Amen. We also tend to ask, if God is a loving God, how can he make other people to suffer? How can he allow suffering? Amen. How can he allow suffering? ഇതെല്ലാം ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന നിർവികാരികളായിട്ട്? ഇത് Amen. ഞാൻ ഒത്തിരി ചോദിക്കുന്ന ചോദ്യമാണ്. I usually tend to ask these questions. നാച്ചുറലായിട്ടുള്ള എല്ലാവരും, ഈവൻ രക്ഷിക്കപ്പെട്ട എത്ര ന്യൂ ടെസ്റ്റ്മെന്റ് ഇതിനകത്തല്ല എക്സാമ്പിൾ ഉണ്ട്. ഞാൻ കൊണ്ടുവരാം, സമയം കൊണ്ടുവരാം. There are several examples even in the New Testament. If time allows, I will bring those examples. നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡസ് ഹി നോട്ട് കെയർ? Amen. Fourth question. ദൈവത്തിന് നമ്മളെ പറ്റി ഒരു കരുതലും ഇല്ല. നമ്മൾ ചോദിക്കാറില്ലേ, ഡസ് ഹി നോട്ട് കെയർ? And the fourth question is, does he not care? എനിക്ക് ഇച്ചിരിയുടെ ഒരു റെസ്പോൺസ് ആണ്. ഞാൻ ഓർത്തത് വളരെ സന്തോഷത്തോടെ നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഓർത്താണ് ഇത്ര സിമ്പിൾ, ഇത്ര ഹാർഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വന്നേ. പ്രൈസ് ലോർഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ഗോഡ് വർത്തി ഓഫ് വർഷിപ്പ് ഇൻ ടഫ് ടൈംസ്? Amen. അത് നമ്മളോടൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ആരാധന നിർത്താറുണ്ട്, പ്രാർത്ഥന നിർത്താറുണ്ട്, ആത്മീയ കാര്യങ്ങളെല്ലാം നിർത്താറുണ്ട്. ഈസ് ഗോഡ് വർത്തി ഓഫ് വർഷിപ്പ് ഇൻ ദ ടൈംസ് ഓഫ് ട്രയൽ ആൻഡ് സഫറിങ്? Amen. The fifth question is God worthy of worship when men suffer? ഈ പുസ്തകം അവസാനിക്കുന്നത് അവരൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് യാഗം കഴിക്കുന്നു, ദൈവമുമ്പാകെ ആരാധിക്കുന്നു, കഷ്ടതയുടെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി. സുഖമുള്ളപ്പോഴും കഷ്ടമുള്ളപ്പോഴും ജീവിതത്തിൽ ആനന്ദങ്ങൾ തിരിച്ചു വന്നപ്പോഴും ഹീ ഈസ് ഓൾവേസ് വർത്തി എന്ന് പറഞ്ഞ് തീരുന്ന മനോഹരമായൊരു പുസ്തകമാണിത്. And the book ends by stating he is always worthy. They are submitting a true worship to him and finishing this book in a very beautiful way. എന്നാൽ ചില ആളുകളൊക്കെ ഈ ബുക്കിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഇത് ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ്, ഒരു ലിറ്ററേച്ചർ ആണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. There are certain people who teach us this book by stating that this is just a story. പക്ഷേ ഈ ഹോൾ ബൈബിളിലെ രണ്ട് റൈറ്റേഴ്സ്, എസെക്കിയേലും ജെയിംസും, ന്യൂ ടെസ്റ്റമെന്റിൽ ജെയിംസും ഇയ്യോബിന്റെ കാര്യത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. But we can see in the book of Bible two persons like Ezekiel the prophet and also James the apostle. They both mentioned Job's name in their writing. ഈ യാക്കോബ് എടുത്തു പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. When James was mentioning about the character Job, we can see one thing. യാക്കോബ് പഴയ നിയമത്തിലെ സെയിന്റ് ഹോളി ആയിട്ട് ജീവിച്ചവരെ പല കാര്യത്തിന് പ്രതീകമായിട്ട്, എക്സാമ്പിൾ ആയിട്ട് യാക്കോബ് എഴുതിയിട്ടുണ്ട്. James was mentioning many Old Testament characters in order to exemplify certain attributes. വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം യാക്കോബ് എഴുതുന്നുണ്ട്. James was writing, when he was mentioning about faith, he was mentioning the name Abraham. വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ രാഹാബിന്റെ കാര്യം ജെയിംസ് എഴുതുന്നുണ്ട്. James was writing about Rahab the prostitute, about the faith. when he was ഇന്ന് രാവിലെ നമ്മൾ കേട്ട ഏലിയാവിന്റെ കാര്യം, പ്രാർത്ഥനയെ പറ്റി പറയാൻ നേരത്ത് വളരെ മനോഹരമായിട്ട് യാക്കോബ് എഴുതുന്നുണ്ട്. James was mentioning about, whenever he was talking about prayer, the name Elijah.
എന്നാൽ സഹിഷ്ണുതയെപ്പറ്റി, സഫറിങ്ങിനെ പറ്റി, വേദനയെ പറ്റി പറയാൻ നേരത്ത് ഇയ്യോബിന്റെ കാര്യം യാക്കോബ് എഴുതുന്നുണ്ട്. But when he was mentioning about suffering and patience in the midst of suffering, James was mentioning the character named Job. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, അബ്രഹാമിനെ പോലെ, രാഹാബിനെ പോലെ, ഏലിയാവിനെ പോലെ ദൈവസന്നിധിയിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ട് സെർവ് ചെയ്ത ഒരു ഭക്തനായിരുന്നു ഇയ്യോബ്. If that is so, we can conclude in this way: the faithful men like Abraham and Job, and also Rahab, the woman of faith, we can conclude that Job was also a faithful personality. മഹാനായ അപ്പോസ്തലൻ പോള് 2 വാക്യം ഇയ്യോബിൽ നിന്ന് കോട്ട് ചെയ്ത്, ഒന്ന് കൊരിന്ത്യ ലേഖനത്തിനകത്തും ഒന്ന് റോമാലേഖനത്തിനകത്തും കോട്ട് ചെയ്യുന്നുണ്ട്. Paul was quoting Job's verses in Corinthians and in the book of Romans. പ്രൈസ് ലോർഡ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം, അന്നത്തെ വിശുദ്ധന്മാർ എത്ര ഗൗരവമായിട്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തെ കണ്ടിരുന്നത്. നമ്മളതിനെ എന്തുകൊണ്ടോ അത് വായനയിൽ ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം അതിനെ ബഹുഭൂരിപക്ഷം ആളുകളും മാർജിനലൈസ് ചെയ്യാറുണ്ട്. പക്ഷേ യാക്കോബും പൗലോസും ഒക്കെ ആദിമ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ സഹിഷ്ണുതയ്ക്കും മറ്റു കാര്യങ്ങൾ സഭയെ പ്രബോധിപ്പിക്കാനായിട്ട് ആ ഭക്തനെ എടുത്തു കൊണ്ടുവന്ന് സഭയ്ക്ക് എഴുതുകയായിരുന്നു. In the book of Bible, we can see greatest apostle James and also Paul also bringing this character from the Old Testament to prove patience in suffering. But somehow in our culture and in our time period, we usually tend to forget this book and we are not studying deeply. ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പല വാക്യങ്ങളുണ്ട്. പക്ഷേ ആദ്യം അറിയാവുന്ന ഒരു വാക്യം ഒന്നിൻ്റെ ഒന്നാണ്. അവൻ നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. We are all very familiar. Chapter 1 verse 1, Job was mentioned, a man who was blameless, upright, fearing God and turning away from evil. ആ 3 വാക്കിന്റെ അർത്ഥം, 4 വാക്കിന്റെ അർത്ഥം പെട്ടെന്ന് പറയാം. Let me tell you the meaning of that 4 phrases, adjectives. ന്യൂ ടെസ്റ്റ്മെന്റ് റൈറ്റേഴ്സ് പല കാര്യത്തിൽ ഇയ്യോബിന്റെ കാര്യം പറയാനായിട്ട് എടുത്ത് ഉദ്ധരിച്ചെങ്കിൽ ഈ എഴുതിയേക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ഒരു ഭക്തൻ അങ്ങനെ ജീവിച്ചെങ്കിൽ എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ ആലോചന നാമും അങ്ങനെ ജീവിക്കാൻ കർത്താവിൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നുവെന്നാണ്. This character, Job's character specifically mentioned here in order to exhort each one of us during the time of difficulty also, we need to reflect this character from each one of us. എന്താ ആ ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ, നിഷ്കളങ്കനായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? What is the meaning of blameless? ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ above reproach എന്നാണ്, beyond reproach. Blameless, the literal meaning is above or beyond തൻ്റെ reproach. പേഴ്സണൽ ക്യാരക്ടർ, തൻ്റെ പേഴ്സണൽ കോണ്ടക്റ്റിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, സില്ലസ് ആയിരുന്നില്ല. ബിയോണ്ട് ഈ നമ്മൾ പറയുന്ന മറ്റുള്ള ബിയോണ്ട് റിപ്രോച്ച്, മറ്റുള്ളവർക്ക് പിടിക്കാൻ ഒന്നും ഇല്ലാത്ത നിലയിൽ ജീവിച്ചു. This man was blameless. The meaning is beyond reproach. Like we are unable to find a fault with this person. 2 upright ആയിരുന്നു, നേരുള്ളവൻ എന്നാണ് വായിക്കുന്നത്, നേരുള്ളവൻ. The second characteristics or the quality of Job, upright. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സ്ട്രെയിറ്റ് ആയിരുന്നു, സ്ട്രെയിറ്റ് ആയിരുന്നു. നമ്മൾ ചിലരെ പറയത്തില്ലേ അവൻ വളഞ്ഞേ പോവുള്ളതെന്ന് പറയത്തില്ലേ, എന്താ അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ജോബിനെ പറ്റി യഹോവ പറയുകയാണ് സ്ട്രെയിറ്റ് ആയിരുന്നു, സ്ട്രെയിറ്റ്. He was upright. The meaning is his character was straight. Usually we mention about crooked nature or straight nature, but here we can see he was a man of upright nature. അതിൻ്റെ പ്രധാന അർത്ഥം എന്നുള്ളത് വിത്തൗട്ട് ഡീവിയേറ്റിംഗ് ഫ്രം ദ പാത്ത് ഓഫ് ദ ലോർഡ്. ദൈവ വഴിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. The meaning, the true meaning of that word upright means he was not deviating away from the word or the instruction from the Lord. ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, Fearing God. എല്ലാറ്റിലും ദൈവത്തെ റെവറൻസ് ഉള്ളവനായിരുന്നു. He has a reverence above all to God. ആ ഫൈനൽ വേർഡ് കണ്ടോ, ദോഷം വിട്ട്. നമ്മളെല്ലാവരും നോക്കി ഈ 4 വാക്കിനെ ഒന്ന് കണക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? നിഷ്കളങ്കൻ എപ്പോഴും നേരുള്ളവനായിരിക്കും, റൈറ്റ്? നേരുള്ളവൻ എപ്പോഴും ഭക്തനായിരിക്കും, ഭക്തൻ എപ്പോഴും ദോഷം വിട്ട് അകന്നേ നടക്കുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം.
Let us connect these four words. Always a blameless person will be upright. And then we can connect an upright person will always fear God. And if a person fear God, that person will always turn away from evil. നമ്മൾ ന്യായമായിട്ട് തിരിച്ചു വയ്ക്കുകയും വിശുദ്ധനായിരുന്നവൻ, നേരുള്ളവനായിരുന്നവൻ, ഭക്തനായിരുന്നവൻ, ദോഷം വിട്ടവൻ, ഇങ്ങനെ ഒരു വ്യക്തിക്ക് കഷ്ടത വരുമോ? നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ചിന്തയനുസരിച്ച് ഇങ്ങനെയുള്ളവന് എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടണം. റൈറ്റ്? അവൻ അനുഗ്രഹിക്കപ്പെടണം, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, 10 തലമുറ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കപ്പെടണം. പക്ഷേ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ഭക്തനായിരുന്നു, ദോഷം വിട്ടാകുന്നവനായിരുന്നു. പക്ഷേ ഒരിക്കലും ഉത്തരമില്ലാത്ത കഷ്ടങ്ങൾ അനുഭവിച്ചു. We all tend to think if a person has these 4 qualities, they tend to be prosperous for 10th generation. But we are seeing here, this righteous man is suffering. Every Christian will undergo divinely appointed times of suffering. Amen. എല്ലാ ദൈവമക്കളും ഓർത്തോണം. എവറി ക്രിസ്ത്യൻ, ഏത് പ്രസംഗകരും ഒന്ന് വ്യാജം പറഞ്ഞാലും വിശ്വസിക്കരുത്. ഇത് പുസ്തകത്തിനകത്തുള്ള കാര്യമാണ്. എവറി ക്രിസ്ത്യൻസ് വിൽ അണ്ടർഗോ ഡിവൈൻലി അപ്പോയിന്റഡ് സഫറിങ്. അത് ദൈവത്തിൻ്റെ സമയം വരെ ഉണ്ടാകും. തമ്പുരാൻ ഇഷ്ടമുള്ളപ്പോൾ അത് മാറ്റും. Amen. Every Christians will undergo divinely appointed suffering according to his time period. ഈ യോബിന് ഭയങ്കര റിച്ചായിരുന്നു. നമ്മളതൊക്കെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ കൾച്ചറിൽ അതൊന്ന് വായിച്ചു നോക്കണം. 10,000 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയിലുള്ളവർക്ക് അത്രയും മിഡിൽ ഈസ്റ്റിൽ ഇതിങ്ങനെ കാണുമെന്ന് നമുക്കറിയാം. He was an affluent person, very rich. He had 10,000 sheep, camels. അങ്ങനെ പറഞ്ഞല്ല, അത്ര റിച്ചായിരുന്നു. He was a really rich man. If we are in the Middle East, we can measure the richness of this person. എന്ത് കണ്ടാലും തന്നോട് വന്ന് പറയാൻ അവിടെ എല്ലാം ആളുണ്ടായിരുന്നു. Whatever happened around that area, there are certain servants for him in order to inform this job. സിറ്റിയിലെ ആളുകളെല്ലാം ഇയ്യോബ് പറയുന്നത് കേൾക്കാനായിട്ട് വന്നുകൂടുമായിരുന്നു. All the people who come to listen to Job and to obey him. തന്നെ കാണാൻ വന്ന 4 സ്നേഹിതരിൽ ഒരാൾ രാജകുടുംബത്തിലുണ്ടായിരുന്നെന്നാണ് 32:1 നിന്ന് മനസ്സിലാക്കുന്നത്. One of the friends who visited Job during this suffering, he was a man from the royal family. യോബിന് സഫറിങ്ങിന് മുമ്പ് 10 മക്കളുണ്ടായിരുന്നു. സഫറിങ്ങിന് Before the suffering, he had 10 children. വളരെ 140 years അതിന് ശേഷം ജീവിക്കുന്നു. ടോട്ടൽ എത്ര വർഷം ജീവിച്ചെന്ന് അറിയത്തില്ല. യോബിന്റെ ഭാര്യയുടെ പേര് ആർക്കും അറിയത്തില്ല. എനിവൺ? We are not sure what is the name of the wife of Job. ഈ ബുക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് ഞാൻ 8 പോയിന്റിലേക്ക് വരാം. 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഒന്ന് എടുക്കാമോ? 2:8. Chapter 2 verse 8. അവിടെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ച് 2 verse 8. And he took a potsherd to scrape himself while he was sitting among the ashes. കണ്ടോ, അവിടെ വേദന വന്നപ്പം ചാരത്തിലിരുന്നാണ് വായിക്കുന്നത്. 2:8 വേദന വന്നപ്പം. We are seeing that here this man of God was sitting among the ashes. 42:6 തൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഓർത്ത് മാനസാന്തരത്തോടെ വീണ്ടും ചാരത്തിലിരുന്നത് വായിക്കുന്നുണ്ട്. 2 ഒന്ന് കഷ്ടതയിൽ ചാരത്തിലിരുന്നു, 2 മാനസാന്തരത്തിൽ ചാരത്തിലിരുന്നു. And again in Job chapter 42 verse 6, I repent in dust and ashes. We can see in the first time while he was in his suffering, he was sitting in ashes, and in the end of this chapter when he was repenting, at that time also he was sitting in the ashes. ഈ ഇങ്ങോട്ട് നോക്കിയേ, ഈ പൊടിയിലും വെണ്ണീറിലും ഒക്കെ നമ്മളൊക്കെ പൊടിയും വെണ്ണീറുമായി ഞാനെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എന്തായി സാധനം? What is the meaning of repent in dust and ashes? നമ്മളൊക്കെ ആ പദമൊക്കെ പറയാറുണ്ട്, പൊടിയും വെണ്ണീറും. We tend to mention these dust and ashes usually quote while we pray. അതായത് ചാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ ആ 2-ാമത്തെ അധ്യായത്തിൽ കാണിക്കുന്നത് വേദനയുടെ തീവ്രതയാണ്. വേദനയുടെ തീവ്രത അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു. The intensity of the pain is showing by stating a person is sitting in ashes. സാധാരണ ഞാൻ ഇടയ്ക്ക് പ്രസംഗിക്കാൻ നേരത്ത് പറയാറുണ്ട്, തൻ്റെ ഭക്തിയും ഭാര്യ ഒഴികെ ബാക്കിയെല്ലാം പോയി. Right? Actually he lost everything except his godliness and his wife.
അതെന്നെ പുതിയൊരു കാര്യം കേൾക്കുന്ന പോലെ ശരിയല്ലേ? ബാക്കിയെല്ലാം പോയില്ലേ? He lost മക്കള് everything പോയി, else. ആനിമൽസ് പോയി, പ്രിവിലേജ് പോയി, പൊസഷൻസ് പോയി, എല്ലാ മെറ്റീരിയൽസും പോയി. പക്ഷെ താനും ഉണ്ടായിരുന്നു. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പോയി ചത്തുകൂടെന്ന് ഭാര്യ പറഞ്ഞതിനകത്ത് വലിയ കാര്യമൊന്നും നമ്മളാണേലും പറയല്ലേ? We can see he lost everything. നമ്മൾ ഇച്ചിരൂടെ ചിന്തിച്ചാൽ മതി. ഇങ്ങനൊരു പുസ്തകം ഇയ്യോബിനുണ്ടോ? ഇല്ല. നമ്മളെ പോലെ ദൈവത്തിൻ്റെ പരിജ്ഞാനം ഇയ്യോബിനുണ്ടോ? ഇല്ല. യേശു ക്രിസ്തുവിനെ ഇയ്യോബിന് അറിയാവോ? ഇല്ല. ത്രിയേക ദൈവമാണെന്ന് ഇയ്യോബിന് അറിയാവോ? ഇല്ല. അതുകൊണ്ടാണ് താൻ ഒടുവിൽ പറയുന്നത്, അങ്ങേപ്പറ്റി ഞാനൊരു എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് അറിവേ ദൈവത്തെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് എത്ര അറിവാ, കംപ്ലീറ്റ് റെവലേഷനാണ് തന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നു പക്ഷെ ആ ഭക്തന് ചെറിയ അറിവേ ഉണ്ടായിരുന്നുള്ളൂ. Hallelujah. When we compare this man of God with each one of us, he had such a limited knowledge about the true God, and that is why we can say his godliness and his wife are the only thing left for him. Praise the Lord. എന്നാൽ 42-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ സംഭവങ്ങൾ തിരിയുകയാണ്. But we can see everything is taking a change in direction towards the last chapter. 1-ാം അധ്യായത്തിന്റെ 3 മുതൽ തുടങ്ങുന്ന ആ സംഭവങ്ങൾ 42-ന്റെ 6-ൽ വരുമ്പോൾ സംഭവങ്ങൾ കംപ്ലീറ്റ് അപ്സ് ആൻഡ് ഡൗൺ ആവുകയാണ്. Job chapter 1, from chapter 1 through verses chapter 42, the one flow, that flow is completely changing the direction from the chapter 42 onwards. നിങ്ങൾ 42-ന്റെ 7-8 വായിക്കണം. തന്നെ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന ആ ആശ്വാസന്മാരോട് യഹോവ വളരെ ഹാർഡായിട്ട് ഇടപെടുന്നുണ്ട്. We can see God displeased with Job's friends, and Jehovah was angrily approaching the friends of Job. അതെല്ലാം വായിക്കാൻ സമയമില്ല. 7-8 വാക്യങ്ങൾക്കകത്തുണ്ട്. Verses 7 and 8 we can see that. അവസാനം 9-ാം വാക്യത്തിനകത്ത് എല്ലാ അനുഗ്രഹവും ദൈവം ഡബിൾ ആയിട്ട് കൊടുക്കുകയാണ്. And God restored Job's fortunes in a double portion. Verses 10 onwards we can see. ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ആ ബുക്കിനെ പറ്റി ആയില്ലേ? ഇനി നമുക്ക് 8 ലെസൺസ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പഠിക്കാം. I believe you got the total summary of the book, and let us turn to the 8 lessons which we are learning from the book of Job. എല്ലാവരും ചെവി തുറന്ന് കേൾക്കണം. ഇയ്യോബിന്റെ ആ ജീവിതത്തിൽ പഠിക്കേണ്ട 8 പാഠങ്ങൾ. 1, the 8 lessons we need to listen very carefully. നാം എത്ര ധനികരാണെങ്കിലും ഭക്തനായിട്ട് ജീവിക്കാം. അതാണ് 1-ാമത്തെ പാഠം. The first lesson is, though we are so much wealthy, still we can live a godly life. Even a rich man can lead a godly life. Amen, amen, amen. നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഇല്ലല്ലേ? ഓപ്പോസിറ്റ് അല്ലേ? നമ്മൾ പറയുന്നത് എന്നാ, ഈ പ്രാർത്ഥനയും ദൈവമൊക്കെ കഷ്ടതയുള്ളവർക്കുള്ളതാണെന്നാണ് പറയുന്നത്. അല്ല, We usually tend നമ്മൾ എപ്പോഴും പറയുന്നൊരു വാചകമല്ലേ, ഈ അവർക്ക് പ്രാർത്ഥനയൊന്നും വേണ്ട ബ്രദറെ. We usually tend to say, when people are rich or when they are well, at that time we usually tend to say they don't need prayer. എല്ലാവരും ഓർത്തോണം, even a rich man can lead a godly, holy life before God. Amen. Though we are rich physically, then still we can lead a godly life on this earth. എല്ലാവരുടെ ഹൃദയത്തിൽ ആ പാഠം കയറണം. Please take this lesson ദൈവം inside പ്രത്യേകിച്ച് your heart. യങ്സ്റ്റേഴ്സ്, ദൈവം നമുക്ക് നന്മ തരുമ്പോൾ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളി പറയുകയല്ല ചെയ്യേണ്ടത്. Even a rich man can lead a holy life. Amen. And godly life. Amen. When God bless a person's life, still you should not run away from God, but still you can lead a virtuous godly life. ഇവിടെ പ്രശ്നം എവിടെയാണെന്നറിയാവോ? പണത്തിന് നാം കൊടുക്കുന്ന പ്രാധാന്യതയാണ് പ്രശ്നം. The priority which we set for the wealth, that is the difference. പണം നമ്മുടെ മാസ്റ്റർ ആണെങ്കിൽ ഇത് പറ്റിയല്ല. If wealth controls us, or if richness is our master, it cannot be happen. നമ്മുടെ എല്ലാറ്റിൻ്റെയും മാസ്റ്റർ ദൈവമാണെങ്കിൽ അത് പറ്റും. If we are ruled, or if we have a master as God, then we can lead a godly life. ജോൺ വെസ്ലി പറഞ്ഞൊരു കോട്ടുണ്ട്, ഭക്തനായ ജോൺ വെസ്ലി, എല്ലാവർക്കും അറിയാമല്ലോ. ജോൺ വെസ്ലി എന്ന് പറയുമ്പോഴേ ഓർത്തോണം, നമ്മുടെ ഈ നിലയിലുള്ള സഭയുടെ ഒരു സ്ഥാപകനാണ് ജോൺ വെസ്ലി. അദ്ദേഹത്തിലൂടെയാണ് ഈ നിലയിലുള്ള ഒരു ഉണർവ് ദൈവം തുടങ്ങിയത്. John Wesley started the revival in this way. Whenever we hear about the man of God, we have to remember in that way.
ജോൺ വെസ്ലി പറഞ്ഞൊരു വാചകമുണ്ട്, ഗെയിൻ ഓൾ യു ക്യാൻ, സേവ് ഓൾ യു ക്യാൻ, ഷെയർ ഓൾ യു ക്യാൻ. ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ചെയ്യും അല്ലേ? ഹലോ, Amen. He said that. ഗെയിൻ ഓൾ യു ക്യാൻ, Amen. സേവ് ഓൾ യു ക്യാൻ, ഷെയർ ഓൾ യു ക്യാൻ. ആദ്യത്തെ രണ്ടെണ്ണം അല്ല, മൂന്നാമത്തേതും ഞാൻ പറഞ്ഞത്, ഈവൻ എ ഗോൾഡി മാൻ ക്യാൻ ലീഡ് എ ഹോളി godly life. A rich man can lead a holy life. Amen. A rich man can lead a holy life. Man of God, Wesley mentioned in this, John Wesley mentioned in this way, gain all you can, say all you can, and share all you can. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഒന്നാമത്തെ പാഠം, ബുക്ക് ഓഫ് ജോബ്. And book of Job, we can live a virtuous or a godly life though we are super rich. രണ്ടാമത്തെ ലെസൺ വളരെ ഗൗരവമായൊരു കാര്യമാണ്. The second lesson is an important and a serious thing. നാം എത്ര മിടുക്കനാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യമുണ്ട്. Though we are super smart, still there are many things which we cannot understand. ശരിയല്ലേ ഞാൻ പറഞ്ഞ കാര്യം? ഇയ്യോബ് എത്ര സ്മാർട്ടായിരുന്നു. തൻ്റെ ഫ്രണ്ട്സൊക്കെ രാജാക്കന്മാരായിരുന്നു, എല്ലാ നിലയിലും സ്മാർട്ടായിരുന്നു. പക്ഷേ ഇയ്യോബിന് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യം ഉണ്ടായിരുന്നു. Job was a very intelligent and wise man. Still he was unable to fathom or understand certain deep matters. നമുക്ക് എല്ലാവർക്കും രണ്ട് കണ്ണുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും രണ്ട് കണ്ണ്. We all have two eyes. ഈ രണ്ട് കണ്ണുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ കാണാൻ പറ്റുമോ? Are we able, though we have two eyes, are we able to see ourselves? കണ്ണാടിയിൽ എത്ര തിരിച്ച് മറിഞ്ഞു നോക്കിയാലും മൊത്തം കാണാൻ പറ്റുമോ? Are we able to see through a mirror? In whichever way we stand before a mirror, are we able to see complete picture of us? നമ്മൾ എത്ര ഇന്റലിജന്റ് ആണെങ്കിലും, Hallelujah. നമ്മൾ എത്ര പ്രൊഫഷണലി സ്മാർട്ട് ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. Though we are very intelligent or professionally really smart, still there are so many things which we cannot understand. ഇയ്യോബിന് രണ്ട് കാര്യം മനസ്സിലായില്ല. മനസ്സിലാവുമായിരുന്നെങ്കിൽ ഇയ്യോബ് ഈ കോൺവെർസേഷന് പോകുകയില്ലായിരുന്നു. Job didn't understand two great things. That's why this conversation mentioned in the book of Job. ഈ കഷ്ടതയിലേക്ക് ഇയ്യോബ് വരുന്നതിന് മുമ്പ് സൈത്താനും ദൈവവും തമ്മിലൊരു കോൺവെർസേഷൻ നടന്നു, റൈറ്റ്? Job didn't have any idea the context of his suffering or the history of his current situation. There was a conversation happened between God and Satan in the heavens. ഒരു കാര്യത്തെ പറ്റി യോബിന് അറിയില്ല. This matter is completely unaware for Job. യോബിന് അറിയത്തില്ലെന്ന് മാത്രമല്ല, രാജകുടുംബത്തിൽ പിറന്ന സ്നേഹിതന്മാർക്കും അറിയില്ല. Not only Job, but also the great men or the scholars of his friends, they also unaware of this history or the proceedings. കഷ്ടതയ്ക്ക് മുമ്പുള്ളത് യോബിന് അറിയാൻ മേലായിരുന്നു. കഷ്ടതയ്ക്ക് ശേഷം വരാൻ പോകുന്ന ദൈവപ്രവൃത്തിയും യോബിന് അറിയില്ലായിരുന്നു. ടു കാര്യം, the things which are happening before the suffering and the things which is waiting for him after the suffering, those two matters are completely hidden for this character Job. How intelligent we are. Amen. No matter we have limitation, we have to accept it. Amen. We need to accept our limitation in the knowledge or the awareness. ചില ആളുകളൊക്കെ പറയുന്നത് അവർക്ക് എല്ലാം അറിയാവുന്ന, ഒന്നും അറിയില്ലെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. There are certain people who claim that they know everything, but literally scripture is saying that we are unable to understand everything completely. ഈ യോബിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമായിരുന്നു. ഒന്ന് കഷ്ടത, രണ്ട് കഷ്ടതയ്ക്ക് ശേഷം വരുന്ന നന്മ. രണ്ടിനെ പറ്റിയും ഈ യോബിന് ഒരറിവുമില്ലായിരുന്നു. അറിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ദൈവത്തെ കോർട്ടി കയറ്റും എന്നൊക്കെ യോബ് പറയുന്നുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നോട് വാദം കഴിക്കും. അതിന്റെ അർത്ഥം എന്നാ? ഞാൻ നിന്റെ കോർട്ടി കയറ്റി വിസ്താരം നടത്തുന്ന ഒരു യോബ് പറയുന്നുണ്ട്. Job was completely unaware of the situation or the history, like what is happening behind the scenes in the past as well as in the future. Praise the Lord. Amen. Hallelujah. മൂന്നാമത്തെ പാഠം. The third lesson. കഷ്ടത. ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മൾ Suffering. വേദന, കഷ്ടത, ക്രൈസിസ്, പ്രതികൂലം, പ്രാതികൂല്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് വരണം. കഷ്ടത ഒരു ദൈവഭക്തനെയോ അവൻ്റെ ഭക്തിയെയോ നശിപ്പിക്കുന്നില്ല. The suffering, the intensity of the suffering
cannot destroy a godly man or his godliness. Amen. A godliness or the character won't be affected by your situations and circumstances. Praise the Lord. Amen. ഒരുവൻ ഭക്തനാണെങ്കിൽ, Hallelujah. നിഷ്കളങ്കനാണെങ്കിൽ, നേരുള്ളവനാണെങ്കിൽ, യഹോവ ഭക്തനാണെങ്കിൽ, ദോഷം വിട്ടകലുന്നവനാണെങ്കിൽ, ജീവിതത്തിലെ വൈഷമ്യങ്ങൾ അവൻ്റെ ഭക്തിയെ ബാധിക്കുന്നില്ല. If a person is blameless, upright, fearing God, and turning away from evil, that man cannot be destroyed by suffering. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയാം, കഷ്ടത ദൈവമക്കളെ ഇല്ലാതാക്കുന്നില്ല. Suffering cannot eliminate godly children. പോളനെ വിളിക്കുന്നത് നോട്ടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. Paul was mentioning that this is a very temporary, trivial suffering. പീറ്റർ പറയുന്നത് അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ആനന്ദിക്കുന്നു. Peter was mentioning that for a short period of time, this very little trials which we are even though encountering, we are greatly rejoicing in the First suffering. Peter chapter 1 verse 6. Rejoicing in the suffering. Praise the Lord. Amen. മറ്റൊരു ദിവസം ഞാൻ ആ വാക്യം തന്നെ പ്രസംഗിക്കാം. Amen. പീറ്റർ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ നിങ്ങളുടെ പ്രാണനെ ദൈവത്തിന്റെ പക്കൽ, സൃഷ്ടാവിന്റെ പക്കൽ പരമേൽപ്പിക്കട്ടെ. Peter was also mentioning that if anyone is suffering, let them lay aside their life to Jesus. Circumstances and suffering cannot take away our holiness and godliness. Amen. ഒരിക്കലും അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ദൈവമേ, വേദനയാണ്, ഭക്തന്മാർ അതിൽ തകർന്നു പോയില്ല, ഞങ്ങളുടെ മേലും നിന്റെ കൃപ പകരണമേ, കൃപമേൽ കൃപ പകരണമേ, ഞങ്ങളെയും അവസാനം വരെ നടത്തണമേ. He was not destroyed by the sufferings, but he was praying, His grace is sufficient for me, and His grace will protect till the end of my life. ഈ അതികഠിനമായ വേദനയിൽ ചാപ്റ്റർ 23 വേഴ്സ് 10 ഇയോ പറയുന്നൊരു വാക്യമുണ്ട്. അതികഠിനമായ വേദന ആർക്കും ഈ ഭൂമിയിൽ വേറെ ആരും അങ്ങനെ അനുഭവിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏറ്റവും കഷ്ടം അനുഭവിച്ച മനുഷ്യൻ ഈ അതികഠിനമായ വേദനയിൽ ഇയ്യോബ് 23:10 പറയുന്നുണ്ട്, തൻ്റെ സ്നേഹിതന്മാരോട് പറയുകയാണ്, ഈ ശോധനയിൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. Job was saying after he longs for God, and he was stating in this way, but he knows the way I take. When he has tried me, I shall come forth as gold. എബ്രായ ബാലന്മാരെ തീയിലിട്ടാൽ അവർ വെന്തു പോകുന്നില്ല, അവരുടെ ബന്ധനങ്ങൾ അഴിയുക മാത്രമേ ഉള്ളൂ. ആ തീക്ക് അവരെ തകർക്കാൻ കഴിഞ്ഞില്ല. ഹോൾ ബൈബിളിൽ നോക്കിയാൽ മതി, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ വന്ന എല്ലാ കഷ്ടതയിലും അവർ സർവൈവ് ചെയ്തു. അവർ കൂടുതൽ 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 കർത്താവിനോട് അടുത്തു. We know the story of the Hebrew children. They were fallen into fire, but they came out as purified. And throughout the history of the Bible, we can see sufferings cannot destroy a godly person. സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ, ഞാൻ കഷ്ടതയിലാകുന്നതിന് മുമ്പ് തെറ്റിപ്പോയി. വായിക്കുന്നില്ലേ, ഏതോ കഷ്ടതയിലാകുന്നതിന് മുമ്പ് തെറ്റിപ്പോയി. In Psalm we എവിടുന്ന് തെറ്റിപ്പോയി? ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയി. അതതിൻ്റെ അർത്ഥം. I slipped away from the sight of God before I fell into suffering. We are reading in the book of Psalm. Praise the Lord. 3 പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. We need to pray. We need to follow these practical steps of a godly man. Praise the Lord. Hallelujah. 4ാമത്തെ ലെസൺ ഇത് വളരെ പ്രാക്ടിക്കലാണ്. നമ്മുടെ കഷ്ടതയുടെ തീവ്രത ഏറ്റവും അടുത്ത വ്യക്തികൾക്ക് പോലും മനസ്സിലാകുകയില്ല. അതതിൻ്റെ അർത്ഥം. The fourth point is, though we are suffering so intensely or severely, nobody can understand the weight of our pain. അറിയാൻ മേലെന്ന് മാത്രമല്ല, ഇനി അവരറിഞ്ഞാൽ തന്നെ അത് റെഡ്യൂസ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. And though they understand the volume or the depth of the pain, they are helpless to help us. Even the wisest or closest friends are not able to reduce the intensity of certain suffering. Amen. Hallelujah. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. Amen. സ്തോത്രം. ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ നമുക്കൊരിടമുണ്ട് ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തിയെല്ലാം
കൃപമേൽ കൃപയൊഴുകുന്ന ഒരുവൻ നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്. ഒരു ഭക്തനെ എവിടെ മുട്ടുകുത്തിയാലും അവിടെ കൃപാസനമാക്കി ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. അവനോട് പറയാം, അവന് മാത്രമേ അതിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. We all experience these things in our life. There are certain things nobody can solve in our own life. At that time, as a child of God, there is hope for the children of God, because we have a throne of grace. There we can approach the God at any point of lifetime. നമ്മൾ വേദനയിൽ ചെന്ന് ചില ആൾക്കാരുടെ നമ്മളിടയ്ക്ക് പറയത്തില്ലേ, സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ഷെയർ ചെയ്താൽ കുറച്ചൊക്കെ മാറും. പക്ഷേ കർത്താവ് അനുവദിക്കുന്ന ഒന്നും ഷെയർ ചെയ്താൽ എന്ത് ചെയ്യല എന്ന് പറഞ്ഞാൽ, കർത്താവ് കൊടുത്തൊരു പരീക്ഷയായിരുന്നു ഇയ്യോബിന്, റൈറ്റ്? Amen. Usually in psychology it tends to say that if we share, our pain will reduce. But if a pain is provided by God or sent by God, it won't be reduced by sharing. അത് കർത്താവ് തന്നെ മാറ്റണം. God himself needs to intervene. പക്ഷെ ആ പ്രത്യേകത അറിയുമ്പോൾ അതിനുള്ള കൃപ കർത്താവ് തരുന്നുണ്ട്. കൃപമേൽ കൃപ ഉണ്ട് അതിനകത്ത്. But though there is suffering or test we are coming across, God is an all-sufficient God. He said, I will provide you grace in your weaknesses. ഫറവോ ഒരിക്കൽ ഇസ്രായേലിനോട് പറഞ്ഞു, മെറ്റീരിയൽ തരികയില്ല, പക്ഷെ പ്രോഡക്റ്റ് പറയാൻ പറ്റുകയില്ല. എന്തൊരു അന്യായം, റൈറ്റ്? മെറ്റീരിയൽസ് തരികയില്ല, പക്ഷെ പ്രോഡക്റ്റ് പറയരുത്. One time Pharaoh, the great king, was saying that I will not provide you the provision, but you do not reduce the product. പ്രോഡക്റ്റ് എന്നും ഉണ്ടാക്കുന്നത്രയും വേണം, പക്ഷേ മെറ്റീരിയൽസ് തരത്തില്ല. Provisions won't be there, but I am expecting the required amount of product. നമ്മുടെ കർത്താവ് അങ്ങനല്ല. But our Father is not like that. കൃപ തന്നിട്ടേ നമ്മളെ അതിനകത്തോട് വിടത്തുള്ളൂ. He will provide in advance the grace which we need to go through that suffering. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, God's grace. There is no place in the world where God's grace cannot sustain us. Amen. There is no ദൈവകൃപയ്ക്ക് എന്നെ പുലർത്താൻ കഴിയാത്ത ഒരിടവുമില്ല. There is no place where God's grace is insufficient. ഈ ജോസഫിനെയും മേരിയും കൂടെ ദൈവം പറഞ്ഞു ഈജിപ്തിലോട്ട് പോകാൻ പറഞ്ഞല്ലേ? In the book of New Testament we can see Joseph and Mary were told to go to Egypt. അവരെങ്ങനെ അവിടെ സർവൈവ് ചെയ്തേ? How did they survive there? ഇവിടുന്ന് പൊന്നും മൂരും കുന്തിരിക്കും ഒക്കെ ഇഷ്ടം പോലെ കിട്ടി. എന്നിട്ടാ പറഞ്ഞു അതുമായിട്ട് എങ്ങോട്ട് പോകണം? God's hands never lead us a place where His grace cannot sustain us. Amen. God's provisions will be always sufficient wherever we are. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ ഇടപെടുമ്പോഴാണെങ്കിലും കഷ്ടതയുടെ തീവ്രമായ ആ പ്രയാസത്തിലാണെങ്കിലും God's hand is always upon that. Amen. Hallelujah. His grace is sufficient in all of our life situations and circumstances. ഇവിടെ 13 ഈ ഇയ്യോബിൻ്റെ ഫ്രണ്ട്സ് അവരെ ആശ്വസിപ്പിക്കാൻ വന്ന അവരെ വിളിക്കുന്ന മിസറബിൾ കംഫർട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? This friends of Job came to comfort Job, but they here in the book it is mentioned that they were miserable comforters. ആശ്വസിപ്പിക്കാൻ വന്നവർ, അതായത് അവരെ ട്രീറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇത്രയും മുറിവേ ഉണ്ടായിരുന്നുള്ളൂ, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഇത്രയും മുറിവായി. And the wound became deep after their treatment. അങ്ങനത്തെ സ്നേഹിതരുണ്ട്. There are certain friends like that too. ഈ സ്നേഹിതരെ തിരുവഴുത്ത് ഇയ്യോബ് വിളിക്കുന്ന പേരുണ്ട്, പൊട്ടവൈദ്യന്മാരല്ലേ? പൊട്ട എന്ന് പറഞ്ഞാൽ വർത്ത്ലെസ് ഫിസിഷ്യൻ എന്നാണ് വിളിക്കുന്നത്, പൊട്ടവൈദ്യന്മാർ. Job was mentioning or addressing them, you are like dumb physicians. പ്രയോജനമില്ലാത്ത ഗുണമില്ലാത്ത worthless physicians. He was addressing his friends as you are appearing to me as worthless physicians. ഇങ്ങനെ പറയാ, ഇയ്യോബ് ഫ്രണ്ട്സിനെ മൂന്ന് പേര് വിളിക്കുന്നുണ്ട്. ഒന്ന് മിസറബിൾ കംഫർട്ടേഴ്സ്. Three names Job was giving to his friends. One is miserable comforters. രണ്ട് worthless physicians. The second name worthless physicians. മൂന്നാമത് ഇയ്യോബ് വേദനയോട് ചോദിക്കുന്നുണ്ട്, how long you torment me? Amen. Tormentors. എത്ര നേരം നിങ്ങൾ എന്നെ ഇതെല്ലാം പറഞ്ഞ് വ്യസനിപ്പിക്കുന്നു? They were like tormenting him with the pain and suffering by reiterating that. പക്ഷേ ഈ സ്നേഹിതർക്ക് അതിന് ഇന്റൻസിറ്റി അറിയത്തില്ലായിരുന്നു. അവർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇയ്യോബ് അധികം മുറിപ്പെട്ടുകൊണ്ട് തന്നെ ഇരുന്നു. These friends were unable to help or to reduce the pain of Job because they are unaware of the situation, and they actually tormented him with more pain and more suffering.
അഞ്ചാമത്തെ പാട് നമുക്കെല്ലാം പ്രാക്ടിക്കലി ചെയ്യുന്നൊരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം Fifth point, which is very practicable to all of us. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. മനുഷ്യൻ ദൈവത്തെ എപ്പോഴും ലാസ്റ്റ് ആക്കുന്നു എന്ന് പറഞ്ഞാൽ ഓഫ്റ്റൻ ടൈം മാൻ മേക്സ് ഗോഡ് ലാസ്റ്റ് ഇൻ ദ സീൻ. Amen. Always human being make God as the last resource. എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. First, we tend to try ourselves for our own. ആ പ്രശ്നം എൻ്റെ കഴിവുകൊണ്ട് പരിഹരിക്കാൻ നോക്കും. We tend to solve certain problems by our own strategies. Man always put God in behind. Man always put God as the last resource. ശരിയല്ലേ ഞാൻ പറഞ്ഞ കാര്യം? Is it true? പക്ഷേ അതാകാൻ പാടില്ല. ഞാൻ ഇന്ന് ഈ വേദഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ന് വായിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വേദഭാഗം വന്നു. എല്ലാ സാഹചര്യത്തിലും നെഹമ്യ ഓടി ഓടി ദൈവത്തിലേക്ക് ചെല്ലുമായിരുന്നു. ഉടനെ പ്രാർത്ഥിച്ചിട്ട് വായിക്കുന്നില്ലേ, കർത്താവെ കേൾക്കണേ, കർത്താവെ ചോദിക്കണേ, കർത്താവെ ധൈര്യപ്പെടുത്തണേ. ഓൾവേസ് then and there go to the throne of God. But we can see another man of God, Nehemiah. He was always, when and where any situation come, he put God first. നമ്മളെല്ലാ കാര്യവും ചെയ്തിട്ട് നടക്കാതെ വരുമ്പോൾ ആരിൽ ആശ്രയിക്കും? We tend to, as a human being, we tend to try all the strategies and all the resolutions to resolve a problem. Then when finally all resources are dried up, then we tend to turn our attention to God. നമ്മുടെ എല്ലാ പ്രയത്നവും തീർന്നു കഴിയുമ്പോഴാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത്. ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, അങ്ങനെ അരുത്. Hallelujah. This book is teaching എല്ലാ ദിവസവും Hallelujah. അവൻ്റെ സന്നിധി മുട്ടുകുത്തണം. ഏത് നിസാര കാര്യമാണെങ്കിലും എൻ്റെ കർത്താവ് പരിഹരിച്ചാലാണ് അതിന് പരിഹാരം എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കണം. We need to have a strong and firm knowledge about God. Seek ye first the kingdom of God, no matter what the situation and circumstances are happening in your life. Maybe it's a trivial thing and it's a serious thing. Still, lift your attention up to heaven. നിങ്ങൾക്കറിയാമോ, 2-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ഭാഗം മുതൽ 38-ാമത്തെ അധ്യായം വരെ ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് ദൈവം സംസാരിക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ മതി. From chapter 2, one portion onwards, till chapter 38, God was silent during all these years. ഏറ്റവും ഒടുവിലാണ് ദൈവം സംസാരിക്കുന്നത്. Finally, God began to speak. ആ പാഠം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും ഓടിച്ചെല്ലേണ്ടത് മറ്റാരുടെ അടുത്തല്ല, ഓടിച്ചെല്ലേണ്ടത് തമ്പുരാൻ്റെ അടുക്കലായിരിക്കണം. നമുക്ക് ദൈവത്തെ ഒന്നാമതാക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ പോലെ സീക്ക് ഹിസ് കിങ്ഡം ഫസ്റ്റ്. Amen. Here we are learning a lesson from this character. No matter what is your life situation currently happening, seek ye first the kingdom of God. Prioritize God in all things of your life. ഒരു 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്താം. ശ്രദ്ധിച്ചു കേട്ടെ. 6-ാമത്തെ പാഠം. ലിസൺ ടു മീ. Sixth lesson. 6-ാമത്തെ പാഠം ഇതാണ്, ദൈവത്തിൻ്റെ പ്രത്യക്ഷത എല്ലാറ്റിനും വിരാമം ഇടുന്നു. എന്ന് പറഞ്ഞാൽ God's appearance always put a period to our debate. നമ്മുടെ എല്ലാ സംഭാഷണത്തിനും നമ്മുടെ എല്ലാ സംസാരത്തിനും ദൈവത്തിൻ്റെ അപ്പിയറൻസ് സ്റ്റോപ്പ് ഇടുന്നു. Amen. The appearance of God or the presence of God put a period or an end to all of our dialogues. ദൈവം വന്നതിന് ശേഷം സ്നേഹിതന്മാർ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? After God comes to this picture, are we able to hear any conversation of the friends of God? ദൈവത്തോടൊന്നും ചോദിക്കുന്നില്ല ദൈവം വന്നതിന് ശേഷം. After God appeared, Job also stopped raising certain questions. When God appears, everything is put to an end. Amen. Hallelujah. നമ്മുടെ ജീവിതത്തിലും തമ്പുരാൻ വരുമ്പോഴാണ് എല്ലാത്തിനും സ്റ്റോപ്പ് ആകുന്നത്. മനസ്സിലാകുന്നോ? When God appears, everything comes to an end. നമ്മുടെ കഷ്ടതയ്ക്കും നമ്മുടെ വേദനയ്ക്കും നമ്മുടെ ദുഃഖത്തിനും നമ്മുടെ പ്രയാസത്തിനും നമ്മുടെ പ്രതികൂലങ്ങൾക്കും എല്ലാം ദൈവം എൻഡ് വരുത്തുന്നവനാണ്. ദൈവസന്നിധി ചെല്ലണം. ആദ്യം അവൻ വരട്ടെ. When God appears, all of our troubles and sufferings will see an end point. So let us bring God in all of our difficult situations in our life.
ദൈവം വരുന്നു, യോവ് മാത്രമാവുന്നു. യോവിൻ്റെ ജീവിതത്തിൽ വളരെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. വളരെ ഭക്തനായിരുന്നെന്നാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ വായിച്ചത്. പക്ഷെ 42-ാം അധ്യായമായപ്പോഴാണ് മനസ്സിലായത്, ഗോഡ് ഈസ് എക്സ്പെക്ടിങ് മോർ ഹോളിനെസ്. ഗോഡ് ഈസ് എക്സ്പെക്ടിങ് മോർ ഗോഡ്ലിനെസ്. We can see in the beginning of the book, we read that Job was blameless, upright, godly, and everything. But still, God is expecting more godliness from Job. That we can see at the end of the chapter 42. Praise the Lord. Hallelujah. ഏഴാമത്തെ കാര്യം 7th point. God's stories always have a happy ending. Amen. All. ദൈവത്തിൻ്റെ എല്ലാ ഇടപെടലും Amen. അതിൻ്റെ അവസാനം ശുഭ പര്യവസാനമായിരിക്കും. ഗോഡ് സ്റ്റോറീസ് ഓൾവേസ് ഹാവ് എ ഹാപ്പി എൻഡിങ്. Amen. If we seek He first, then we will get a happy ending. കർത്താവ് ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അത് സന്തോഷത്തോടെ പര്യവസാനിക്കും. If God intervenes in any of our life situation, that matter will end in a very blessed and happy way. ജോസഫിന്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടു. എവിടെയായിരുന്നു അവസാനം? Throne. പാലസിലായിരുന്നു. Joseph was intervened. His situation was intervened by God. What is the end or the final state? He was on the throne. Or മൊർദെഖായിയുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ടു. എവിടെയായിരുന്നു അവസാനം? Mordecai. What is the end point of Mordecai? ദാനിയേലിന്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടു. എവിടെയായിരുന്നു അവസാനം? Daniel. His life was intervened by God. What is the end point of final result of the Daniel? ന്യൂ ടെസ്റ്റ്മെന്റിൽ അങ്ങനെ ഒരു എൻഡിങ് അല്ലെങ്കിലും സക്സസ്ഫുൾ എൻഡിങ് ആയിരുന്നു. Amen. Though we are unable to see such type of ending in the New Testament, we can see a blessed ending. അവര് മാർട്ടിയേഴ്സ് ആയെങ്കിലും വിജയമായിരുന്നു. Amen. Though they were martyrs for the God, but still their life was very successful. If God wants our lives happy ending, we have to come to before God on our knees with repentance and kneel before Him. Amen. If we യോബ് അനുതാപത്തോടെ ഇരുന്ന ചാരത്തിൽ അങ്ങനെ വായിക്കുന്നത് 42:5. അനുതാപത്തോടെ നിന്നെ പറ്റിയൊരു കേൾവി അറിയത്തുള്ളായിരുന്നു, ഞാൻ അറിയാതെ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണമേ. അങ്ങനത്തെ ഒരു അനുതാപത്തോടെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ അവർ ലൈഫ് വിൽ ബി എ ഹാപ്പി എൻഡിങ്. we will also get a happy ending if we truly confess and repent before God and lift our eyes up to the Lord. We will see a super happy ending. ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. One more point and then I'll finish. ഈ പുസ്തകത്തിന്റെ ടോട്ടൽ സമ്മറി, എട്ടാമത്തെ കാര്യം. The total summary or the 8th point. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുന്നില്ല. God will never be wrong. ഒരിക്കലും തെറ്റുപറ്റുന്നില്ല. Never ever he is wrong. God is wrong. യോബ് ദൈവത്തോട് ഒത്തിരി കാര്യം ചോദിക്കുന്നുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. Job was countless questions towards God. പക്ഷെ ഒറ്റ ചോദ്യത്തിന് ദൈവം ആൻസർ കൊടുക്കുന്നില്ല. എവിടെയും വായിച്ചിട്ടുണ്ടോ? But God didn't answer any of his ഒരു questions. ക്വസ്റ്റ്യനും ആൻസർ കൊടുത്തില്ല. God didn't answer any of his questions. ദൈവം ഇയ്യോബിനോട് 83 ക്വസ്റ്റ്യൻസ് തിരിച്ചു ചോദിച്ചു. 83 ക്വസ്റ്റ്യൻസ്. God in return asked 83 questions to Job. 38:4 മുതൽ 41:14 വരെ 83 ക്വസ്റ്റ്യൻ എണ്ണിയാൽ മതി. ഉണ്ടോ അവിടെ? Chapter 38 verse 4 onwards to chapter 41 we can see 83 questions are asked by God to Job. ഫിസിക്സും കോസ്മോളജിയും ബയോളജിയും സുവോളജിയും എല്ലാം ചോദിക്കുന്നുണ്ട്. വായിച്ചാൽ മതി. Almost all the physics, chemistry, biology, zoology, everything God was asking Job. ദൈവം ചോദിച്ച ഒരു ചോദ്യത്തിനും ഇയ്യോബിന് ആൻസർ ഇല്ല. Whatever questions God asked Job, Job didn't have an answer. ഇയ്യോബിനെ ദൈവം പഠിപ്പിച്ചൊരു പാഠം എന്നാണെന്നറിയാമോ? Job learned a lesson from God. സകലത്തെ സൃഷ്ടിച്ച് എനിക്ക് തെറ്റുപറ്റുന്നില്ല. I will never be wrong because I am. നിന്റെ ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റുന്നില്ല. I am not wrong to your life. നമ്മുടെ ജീവിതത്തിലും അവന് തെറ്റുപറ്റുന്നില്ല. He is not wrong in any of our life situation. Praise the Lord. Hallelujah. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. There will be a reward for sure.
നീ പാപികളോട് അസൂയപ്പെടരുത്. Do not be നീ envious to എപ്പോഴും sinners. നിഷ്കളങ്കനായി നടക്കാം. Live a blameless life. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. There will be a reward for sure. Praise the Lord. Hallelujah. ഞാൻ അങ്ങേ പറ്റി ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, He was saying എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ കണ്ടിരിക്കുന്നു. He was saying that I heard of you by the hearing of the ear. താൻ But now ഒരിക്കലും ഫിസിക്കൽ ഹീലിംഗ് എക്സ്പെക്ട് ചെയ്തില്ല യോബ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ദേഹസഹിതനായി എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ അങ്ങേ കാണും. he never expected a physical healing. That's why he replied, though my body perishes like this, still I will see my Redeemer with my naked eyes. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുന്നില്ല. He is never ever wrong. Praise the Lord, praise the Lord, praise the Lord. Amen. Thank you. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.